മധു, പിന്നെ ഇപ്പൊ ഈയടുത്ത് രാംനാരായണൻ. കേരളത്തിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന 2 മനുഷ്യർ. നമ്മള് സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിലാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരതകൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി സമൂഹത്തിലേക്ക് പടർത്തുന്ന ഒരു തരം വിഷമാണ്. അതൊരു ഭയപ്പെടുത്തുന്നൊരു കാര്യമാണത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെയൊക്കെ ചിന്തകളെ രൂപപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു കെണിയിൽ വീഴുന്നത്? കാരണം ഇത് പ്രവർത്തിക്കുന്നത് ഭയത്തിലൂടെയാണ്. ആദ്യം ഒരു സംശയം ഉണ്ടാക്കുന്നു, പിന്നെ അത് പതിയെ ഭയമായി വളർത്തുന്നു. ഈ ഭയമാണ് ആൾക്കൂട്ടത്തെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുന്നത്. രാംനാരായണനെ തല്ലിക്കൊന്നവർ ഒരു പക്ഷേ വ്യക്തിപരമായി അത്ര ക്രൂരന്മാരെന്നും ആയിരിക്കില്ല. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ ഈ കുത്തിവെക്കപ്പെട്ട ഭയവും വിദ്വേഷവും ഒക്കെ അവരെ നിയന്ത്രിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ അപകടകാരികൾ ഈ വിഷം സമൂഹത്തിലേക്ക് പടർത്തുന്നവരാണ്. വർഷങ്ങളായി സമൂഹത്തിൽ പടർത്തുന്ന വിദ്വേഷത്തിന്റെയും ഭയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ഫലമായി നമ്മുടെ സാമൂഹിക മനസ്സിനേറ്റ ഒരു ആഴത്തിലുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതെ, അത് തന്നെ. അതാണ് ഈ വിശകലനത്തിന്റെ കാതൽ. പക്ഷേ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നുണ്ട്. സമൂഹത്തിൽ ഈ വർഗീയ വിഷം കുത്തിവെക്കുന്ന മറഞ്ഞിരിക്കുന്നവരെ ഒരു സാധാരണ പൗരന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ആ ഒരു ഉത്തരവാദിത്തം സമൂഹത്തിൽ ആർക്കാണ്? എവിടെയാണ് നമ്മൾ ഇതിനൊരു പ്രതിരോധം തുടങ്ങേണ്ടത്?